നമ്മുടെ റെസിപ്പി ഒരു ചെമ്മീൻ ചോറാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ ചോറ്. സാധാരണ നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്, എന്നാലും അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്ത രുചിയായിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ചെമ്മീൻ ഇടാവുന്നേ ഉള്ളൂ. ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഇനി മസാലയിലും ചെമ്മീൻ ഇട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു നന്നായിട്ട് 2 വശം പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം സൈസ് 2 സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലോണം വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം, ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങാനീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ചോറ് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇതേ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി വിതറി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ. നമ്മൾ ശരിക്കും തേങ്ങാപ്പാലിലും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ ചെമ്മീൻ്റെ ഫ്ലേവറും തേങ്ങാപ്പാലിലും കൂടെ ചോറ് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് നല്ല പുതിനയില ചമ്മന്തിയുടെ കൂടെ അല്ലെങ്കിൽ തൈര് സലാഡിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്